കലക്കൻ ക്രിസ്മസ്. അപ്പൊ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഗസ്റ്റ് ആണ് നമ്മോടൊപ്പം. വൺസ് അഗൈൻ ഹമീദ് കലാഭവൻ. താങ്ക് യു. എല്ലാ UPL പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എന്റെ വകയും കൂടി ക്രിസ്മസ് ആശംസകൾ. മേരി ക്രിസ്മസ് ടു ഓൾ UPL ചാനൽസ് വ്യൂവേഴ്സ്. തീർച്ചയായും. അപ്പൊ അതെ, അൻസുവിനെ കുറച്ച് കാലത്തിന് ശേഷമാണ് കാണുന്നത്. എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് UPL തന്നിരിക്കുന്നത്. എന്തായാലും നന്നാവട്ടെ. അപ്പൊ പുതിയ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായി പോകുന്നു, ഉഷാറായി പോകുന്നു. അടിപൊളിയാണ്. അപ്പൊ പുതിയ ക്രിസ്മസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പുതിയ നമ്പറുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാം. പുതിയ നമ്പറുകൾ സ്റ്റേജിലാണ്. അതിനേക്കാളും ഇവര് UPL ഈ ടോക്ക് ഓഫ് ദ ടൗൺ എത്ര എപ്പിസോഡുകളായിപ്പോ? ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് 25ാമത്തെ എപ്പിസോഡാണ്. ഞാൻ വന്നത് എനിക്ക് തോന്നുന്നത് 2ാമത്തെ എപ്പിസോഡ്. എന്തായാലും ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന സപ്പോർട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഭയങ്കര ക്ലാരിറ്റിയോട് കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് വ്യൂവേഴ്സുകളൊക്കെ ആയി. തീർച്ചയായും. അപ്പൊ വളരെ സന്തോഷം. അതെ, ഒരുപാട് സന്തോഷം വീണ്ടും ഹമീദ് ഖാനെ കാണാൻ പറ്റിയത്. അതും കലക്കൻ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്തു. ഇത് കലക്കൻ ക്രിസ്മസിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നിപ്പോ ലോകമെമ്പാടുള്ള എല്ലാ ആൾക്കാരും ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ UPL കലക്കൻ ക്രിസ്മസ് നമ്മള് കലക്കും. എന്തായാലും കലക്കും. അപ്പൊ നമുക്കൊരു ക്രിസ്മസ് ആണ്. അപ്പൊ നമുക്കൊരു അതിന്റെ ഒരു ഇതോട് മറ്റേ വൈബോട് കൂടി തുടങ്ങാം അല്ലെ? പാട്ടോട് കൂടി തുടങ്ങാം അല്ലെ? ചെങ്കടലിൽ നീ അന്ന് പാത തെളിച്ചു, മരുവിൽ മർത്യർക്ക് മന്ന പൊഴിച്ചു, ഇരുവേലി സ്നേഹത്തണലായി നാളമായി സീനായി മാമല മുകളിൽ നീ സ്നേഹപ്രമാണം. അപപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, എന്നെന്നും നിറവേറിടേണമേ. ഇതിലും കൂടുതൽ എന്താ പറയാനുള്ളത്? അതെ അതെ അതെ, തീർച്ചയായും. അപ്പോ ക്രിസ്മസ് എന്ന് പറയുമ്പോ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലെ? നാട്ടില് ഒരുപാട് സീസൺ സമയത്ത് പള്ളിപ്പറമ്പുകളിലും എല്ലാ ഈവൻ തേക്കിൻകാട് മൈതാനത്തിലും ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ഓർമ്മകൾ ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനായിട്ടൊരു വേഷം കെട്ടിയിട്ട്, അത് സംഭവം ഒന്നുമില്ല. കാരണം നമ്മുടെ അടുത്തൊരു പള്ളിയുണ്ട്, ഒരു ക്രിസ്ത്യൻ ചർച്ചുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള എന്റേതായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇതേപോലെ സാന്റോ വേഷമൊക്കെ കിട്ടിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ആടി. കാരണം എന്റെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഞാൻ പോയി. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വനാതിർത്തിയാണ്. അങ്ങനെ ഇതിന്റെ സുഖം ഒരു പ്രത്യേക സുഖമാണ്. ഇത് കെട്ടി കുറച്ച് ആദ്യമൊക്കെ ഭയങ്കര സുഖമാണ്. ഇത് കെട്ടി തുള്ളി കുറച്ച് കഴിഞ്ഞപ്പോ ഇതേപോലെ തന്നെ ഈ ഉറക്കം വരില്ല. നമ്മുടെ പ്രായം അങ്ങനത്തെ +1 +2 ആ കാലഘട്ടത്തിലൊക്കെ. അങ്ങനെ ഈ സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുലർച്ചെ 3 മണിയായപ്പോ ഒരു വീട്ടിലെത്തി. ഈ വീട്ടിൽ ചെല്ലുന്ന വീടുകളിലൊക്കെ നമുക്ക് റസ്ക്, ചായ, ഇതേപോലത്തെ ഒരു സാധനങ്ങളൊക്കെ. അങ്ങനെ ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് ഞാൻ വേറൊരാൾക്ക് ഇത് കൊടുത്തു. കൈമാറി. ഈ കൈമാറിയിട്ട് എനിക്ക് ആ ചൊറക്കം വന്നപ്പോ, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പീച്ചി മാരാക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ശരിക്കും അവിടെ ഒരു പുഴയുണ്ട്. അപ്പൊ ഒരു ടീച്ചറെ വീടായിരുന്നു. ഇവിടെ വീടിന്റെ മുകളിൽ ഞാൻ മതിലുമ്പോ ഞാൻ കിടന്നുറങ്ങി. ഉറക്കം വന്നപ്പോ മറ്റുള്ളവർ അവിടെ തുള്ളിച്ചാടുന്നുണ്ട്. യേശുദാവൻ പിറന്നു, ലോകനാഥൻ പിറന്നു തുള്ളിച്ചാടുന്നുണ്ട്. ഞാൻ അവിടെ കിടന്നത്, ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഒരു സുപ്രഭാതത്തിൽ എനിക്കാണെന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ്. ഒരു സുപ്രഭാതത്തില് നോക്കുമ്പോ ഭയങ്കര കൂരിട്ട് ശങ്കരാടി പറഞ്ഞ ഒരു കൂരിട്ട് ഈ വീടുകളുടെയും കാട്ടാനകളുടെയും ശബ്ദം മാത്രം. ഒരാളും ഞാൻ നോക്കുമ്പോ ഏതോ ഒരു ലോകത്ത് നിന്നത് ചിങ്കിടി കേൾക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ.
എങ്ങനെയോ ഞാൻ പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് ടീച്ചറെ വിളിച്ചിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസമാണ് പോയത്. അത്രയാണ് എന്റെ അതെ. എത്ര വയസ്സുള്ള? വളരെ യങ് ഏജിലാണോ? ഞാനൊരു +1 അന്ന് പഠിക്കുന്ന കാലത്താണ്. പക്ഷെ പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരു സമയമായിരുന്നു. പക്ഷെ ഈ രാത്രി കാലത്ത് എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ക്രിസ്മസ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്റെ അപ്പൊ ആ സമയത്ത് അവതരിപ്പിച്ചിരുന്ന ഏതെങ്കിലും താരങ്ങളെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ അന്നത്തെ സമയത്ത്? അന്ന് ഫസ്റ്റ് സിനിമാ താരങ്ങള് ഒരുപാട് ആ സമയത്തും അനുകരിച്ചിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് ആര് ജയറാം ചെയ്തിരുന്നു, മധുസാറ് ചെയ്തിരുന്നു. മധുസാറ് ചെയ്തിരുന്നു. ആ ഓർമ്മയ്ക്ക് മുമ്പ് നമുക്കൊന്ന് മധുസാറിനൊന്ന് ട്രൈ ചെയ്താലോ? എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, യുഎയിലെ എല്ലാ എന്റെ യുബിഎല്ലിന്റെ പ്രേക്ഷകർക്കും എന്റെ മേരി ക്രിസ്മസ്. സത്യം പറയുകയാണെങ്കിൽ വളരെ സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തം. ഇത്രയും മനോഹരമായി ഇത്രയും നല്ല പരിപാടികൾ, കലക്കൻ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് അത് യുബിഎല്ലിന്റെ കേക്കും കൂടിയായപ്പോൾ വളരെ സന്തോഷമായി. നന്ദി, നമസ്കാരം. ഒരുപാട് താരങ്ങളെ ഇക്ക ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അതില് ഇക്കൊക്കെ ഒത്തിരി ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ഏതാണ്? തിലകന്റെ ഒക്കെ സൗണ്ട്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, കലക്കൻ ക്രിസ്മസിലേക്ക് സ്വാഗതം. ആരാണ്? സജ്നയാണ്. സജ്ന. ഓക്കെ, മെറി ക്രിസ്മസ് സജ്ന. എന്തൊക്കെയുണ്ട് ക്രിസ്മസ് വിശേഷങ്ങൾ? നല്ല വിശേഷം. പ്രോഗ്രാം കാണുന്നുണ്ടോ? കണ്ടോണ്ടിരിക്കയാണ്. അത് ശരി. ഓക്കെ, പറയൂ. നന്നായി പോകുന്നുണ്ട് പ്രോഗ്രാം. താങ്ക് യു. അപ്പൊ നമ്മുടെ ഹമീദൊക്കെ ഉണ്ട്, സംസാരിക്കും. ഓക്കെ. ഹമീദ് ഖാൻ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. സുഖായിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും സജഷൻ ഉണ്ടോ ഹമീദ്ക്കോട് സംസാരിക്കാൻ? അല്ല, ഹമീദിക്കയുടെ സ്റ്റേജ് ഷോ ഒക്കെ ഞാൻ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട് മുമ്പ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മറ്റേ കോഴിക്കുട്ടി ഫിലിപ്പിനി അതൊക്കെ അടിപൊളിയായിരുന്നു. അതെ. ആരെങ്കിലും ഇപ്പൊ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യണമെന്നുണ്ടോ? എന്തെങ്കിലും പാട്ടോ കാര്യങ്ങളോ? സിനിമാ താരങ്ങളുടെ ശബ്ദങ്ങൾ എന്തെങ്കിലും വേണോ? ഡീറ്റെയിൽസ്. അതെ. ഒരു പാട്ട് പാടാൻ പറ്റുമോ? പാട്ട് പാടണം. അതെ. അപ്പൊ തീർച്ചയായും രണ്ടുപേര് പാടാം കേട്ടോ. ഓക്കെ. സജന വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ശരി. താങ്ക് യു. അപ്പൊ സജനയ്ക്ക് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് പാടിയല്ലോ. ഒരു ഏതാണ്? ക്രിസ്മസ് ഒക്കെ അല്ലേ? അതെ. ശാന്തമീ രാത്രിയിൽ. ശാന്തമീ രാത്രിയിൽ കുറച്ച് കഴിഞ്ഞിട്ട് പാടാം നമുക്ക്. അത് മതിയോ? അതെ. ഇപ്പൊ നമുക്കൊരു നാടൻ ഇപ്പൊ പുതിയ കുറെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാം. ശാന്തമീ രാത്രിയിൽ പാടാം. ഓക്കെ. ക്രിസ്മസ് ഒക്കെ അല്ലേ? ഒരു ആയിക്കോട്ടെ. ജോണി വക്കർ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട്, അതും ആ പക്ക ക്രിസ്മസ് വൈബിന് പറ്റിയ പാട്ടാണ്. അതെ. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് സജനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ട്. അതെ. ക്രിസ്മസ് ഒക്കെ ഉഷാറായി പോയില്ലേ ഇപ്രാവശ്യത്തെ? ഇപ്പൊ ഇവര് രാവിലെ തൊട്ടുള്ള തിരക്കാണ്, ഫുൾ ലൈവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുകളും കാര്യങ്ങളൊക്കെ പല സെഷൻസ് ആയിട്ടാണ് ഈ എപ്പിസോഡ് കവർ ചെയ്ത് പോകുന്നത്. നൈസായി പോയി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ? ഓഫീസിൽ തന്നെയായിരുന്നോ? ഇന്ന് വർക്കിംഗ് ആയിരുന്നോ? വർക്കിംഗ് ആയിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ. ഓഫീസുണ്ടായിരുന്നു. ഓഫീസ് വർക്ക് കാര്യങ്ങൾ അറിയാലോ. ന്യൂ ഇയറിന്റെ പ്രോഗ്രാം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് എന്തൊക്കെയാണ് നടക്കുന്നുണ്ടല്ലേ? വിന്റർ ക്യാമ്പാണ് ഇപ്പൊ യു എയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ. വിന്റർ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതിനിടയിൽ താൻ പൂരത്തിന് പോകണ്ടോ? അജ്മാനിൽ പൂരം ഉണ്ട്. അജ്മാൻ പൂരം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പുള്ളി പരിപാടിയാണ്. അതെ. അപ്പൊ പാട്ട് നമുക്ക് നോക്കാം.
ലാ 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 ലാ. ഓഹ് ലാ ലാ ലാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹ് കൊണ്ടുവാ. ഇവിടെ തജും 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 കൂടെ തജും 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 കപ്പെട് തജും 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 തകിപ്പുറം കൊട് തജും 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 നഗരവീതികളിൽ സാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹ് കൊണ്ടുവാ. ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹ് കൊണ്ടുവാ. മെരി ക്രിസ്മസ്. ഓക്കെ, അടിപൊളി. സൈനിക്ക് വേണ്ടിയിട്ടുള്ള 2 പാട്ട് ഫുള്ള് പാടാൻ പറ്റില്ല എന്തായാലും. സെറ്റാണ്. അതെ അതെ. അപ്പൊ അടുത്ത ഇപ്പൊ ഒരു പൂരം, അജ്മാനിലെ പൂരത്തിൽ അജ്മാൻ പൂരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു. അപ്പൊ ഒരുപാട് ഫുഡ് ഫെസ്റ്റിവല്, അതുപോലെ തന്നെ കലാപരിപാടികൾ, ചെണ്ടമേളം, ആന ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല പ്രോഗ്രാമാണ് വരാൻ പോകുന്നത്. പൂരത്തിനേക്കാളും അടിപൊളിയായിരിക്കും അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ റിയൽ ആനകളെ തന്നെ തെച്ചിക്കോട്ട് രാമേന്ദ്രനൊക്കെ ശരിക്കും ഒറിജിനലായിട്ട് വന്ന് ഇരിക്കുന്ന ഒരു ഒരുപാട് അതേപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് സ്റ്റാൾസ് ഉണ്ട്. നല്ല മനോഹരമായ രുചിയേറുന്ന വിഭവങ്ങളും. ഡിസംബർ 31 അല്ലേ? ഫ്രീ എൻട്രി ആണ്, എല്ലാവർക്കും വരാം. നമ്മുടെ UBL മീഡിയ പാർട്ണർ ആണ്. അതെ അതെ അതെ, ഗംഭീര പരിപാടിയാണ്. നമ്മളൊക്കെ ഉണ്ടാവും. അപ്പോ ഡിസംബർ 31 ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് അജ്മാൻ പൂരം നടക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇത് ഫ്രീ എൻട്രി അല്ലേ? ഫ്രീ എൻട്രി. അപ്പോ ഒരുപാട് ഫംഗ്ഷൻ പ്രോഗ്രാംസ് ഇപ്പൊ കഴിഞ്ഞു. അതുപോലെ പാട്രിക് മൈക്കിൾ എന്ന് പറഞ്ഞൊരു അടിപൊളി മ്യൂസിഷ്യന്റെ ബാൻഡ് കായലരികത്ത് എന്നുള്ളൊരു പെർഫോമൻസ് ഉണ്ട്. അതെ, DJ പാർട്ടി ഉണ്ട്. DJ ഉണ്ട് അല്ലേ? ഒരു കിട്ടിലൻ പാക്കേജ് ആയിരിക്കും. ആരും മിസ്സാക്കണ്ട. ന്യൂ ഇയർ ആഘോഷിക്കുക അജ്മാൻ പൂരത്തോടൊപ്പം. അത് ഇന്ത്യൻ അസോസിയേഷൻ അജ്മാൻ. അടിപൊളി പരിപാടിയാണ്. അപ്പോ ഇനി സിനിമ താരങ്ങളുടെ ശബ്ദം എന്തെങ്കിലും? തീർച്ചയായും. ഇപ്പൊ പുതിയതേതാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്? ഇപ്പൊ പുതിയ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും? അത് ഓൺ ദ സ്പോട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ചെയ്യാം. ഞാന് സാധാരണ ജോൺ ബ്രിട്ടാസിനൊക്കെ അപ്പൊ നേരത്തെ അൻസു ചോദിച്ചിരുന്നു തിലകൻ ചേട്ടന്റെ ശബ്ദം. അപ്പോ ജോൺ ബ്രിട്ടാസിന്റെ ശബ്ദം. വികാസ് കാർത്തി ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ കേരളവർമ്മ കോളേജിലാണ് ഈ കേരളവർമ്മ കോളേജിൽ പഠിക്കുന്ന സമയത്തൊരു പ്രണയം ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? പ്രണയം ഈ പ്രണയം എന്ന് പറയുമ്പോൾ കേരളവർമ്മ കോളേജിന്റെ ഒരു ഊട്ടി, അത് ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ, വല്ലാത്തൊരു ഓർമ്മകളാണ്. അപ്പോ ഈ പ്രണയത്തെ കുറിച്ച് സംസാരിക്കാൻ വരുന്നത് ഭാര്യയാണോ അതെ പഴയ കാമുകയാണോ അത് അമ്മയാണോ? നമുക്ക് നോക്കാം ആരാ സംസാരിക്കണം. ഒരു മിനിറ്റിനടുത്തേക്ക് ഇപ്പൊ വലിയ അല്ല, ജോൺ ബ്രിട്ടാസിന്റെ സ്റ്റൈലാണല്ലോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അവതരണം. അതെ അതെ, അയ്യോ ഗംഭീര അവതരണം. പിന്നെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ഗസ്റ്റുകളും പിന്നെ അവതാരകനും തമ്മിലുള്ള ദൂരം വളരെയധികം കുറയും, നമ്മളിൽ ഒരാളായി മാറും എന്നാണ് സംഭവം. ഇപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ അടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന UAE ഭയങ്കര ഒരു ബിസിനസ്സുകാരൻ, നമ്മുടെ മലയാളി തൃശ്ശൂർക്കാരൻ, നാട്ടുകാരൻ യൂസഫ് അലി സാറിന്റെ ശബ്ദം ഞാനൊന്ന് ഇമിറ്റേറ്റ്. 1000 ആള് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിക്കാതെ ജീവിക്കാൻ നോക്കുന്ന ഒരുപാട് പേര് നഷ്ടത്തിലേ സംഭവിച്ചിട്ടുള്ളൂ. കാരണം യൂസഫ് അലി ഈ കാലഘട്ടത്തിൽ ഇന്നലെയോ വന്ന ആളല്ല യൂസഫ് അലി.
ഒരുപാട് കാലം ബുദ്ധിമുട്ടി കഷ്ടപ്പാട് ചെയ്തിട്ടെല്ലാം ബിസിനസ് രംഗത്ത് വന്നിട്ടുള്ള ഒരാളാണ്. അത് ദൈവം എന്നുള്ള ഒരാളുണ്ടെങ്കിൽ അത് യൂസഫലിയുടേതായിട്ടുള്ള അനുഗ്രഹം അല്ല, എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് ഒരു യൂസഫലി. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ 10 രൂപ ഉണ്ടെങ്കിൽ 1 രൂപ അത് മറ്റുള്ള പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ യൂസഫ് അലിയുടെ ജസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? കരകാണ കടലല്ല മേരി, ഒരു നാടോടിക്കാറ്റ്, ഒരു ലാലേട്ടൻ ഫീല് കൊടുക്കാം. ക്രിസ്മസ് ഒക്കെ അല്ലേ കേട്ടോ? അപ്പോ റെഡിയാണ്. കരകാണ കടലല മേലേ മോഹപ്പും കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. തെയ്യന്തര തെയ്യന്തര ദൈ 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 ദൈ. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. തെയ്യന്തര തെയ്യന്തര ദൈ 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 ദൈ. ആ കാണുന്ന ദുബായ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ, കയ്യിൽ വന്ന സാമ്രാജ്യം, എന്നെ തേടി വന്നണഞ്ഞതോ, മണ്ണിൽ പൂത്ത സൗഭാഗ്യം. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ, കയ്യിൽ വന്ന സാമ്രാജ്യം, എന്നെ തേടി വന്നണഞ്ഞതോ, മണ്ണിൽ പൂത്ത സൗഭാഗ്യം. പാരേതോ പൂന്തേ ശിശകം, ആനേതോ വീഞ്ഞിൽ ലഹരി, പാരേതോ പൂന്തേ ശിശകം, മാനേതോ വീഞ്ഞിൽ ലഹരി. പരലോക പഞ്ഞം തീർക്കാൻ സുരലോക വാതിൽ തുറന്നേ, പ്രവാസാന്ത്രമായി നീ ലോകവേ. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. കാണുന്നട്ടോ ദുബായ്, അത് ചാടിക്കളി. തേടി വണ്ടണഞ്ഞതോ, കാതിൽ വീണ സംഗീതം, മാറിൽ താനെ വന്നു വീണതോ, പിന്നിൽ സൗമ്യ സായുജ്യം. പൂവും തേടി വണ്ടണഞ്ഞതോ, കാതിൽ വീണ സംഗീതം, മാറിൽ താനെ വന്നു വീണതോ, പിന്നിൽ സൗമ്യ സായുജ്യം. പൂ പോലെ വാനം വിരിയും, തേൻ പോലെ മോഹം നുരയും, പൂ പോലെ വാനം വിരിയും, തേൻ പോലെ മോഹം നുരയും,
കസ്തൂരി തൈലവുമായി കൈതപ്പൂ കാറ്റുവരുന്നേ മതോന്മാത്തനായി ലോകമേ കരകാണ കടലന മേലെ മോഹപ്പും കുരുവി പറന്നേ അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തെന്നലീണം പാടിവാ കലക്കൻ ക്രിസ്മസ് യുബിയലിന്റെ സിനിമയുടെ ഒരു വൈബ് ഉണ്ട്. അതെ. ആ മാമുക്കോയുടെ ഒരു കൾട്ട് ക്ലാസിക് ക്യാരക്ടർ ഉണ്ട്. അതെ, ഒന്ന് മാമുക്കയുടെ ഓർമ്മയ്ക്ക് മുമ്പില്. അതിനു മുമ്പ് ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു കലക്കൻ ക്രിസ്മസ്. ആരാണ്? ഹലോ, ഹായ്, എന്റെ പേര് ശുഭ. ഞാൻ അബുദാബിന്നായിരുന്നു വിളിക്കുന്നത്. ഓ, അബുദാബിന്ന്. ശുഭ, എന്തൊക്കെയുണ്ട് ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ? ക്രിസ്മസ് വിശേഷം അടിപൊളിയായിട്ട് പോകുന്നു. അതെ, നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. കേക്കൊക്കെ മുറിച്ചില്ലേ? കേക്കെല്ലാം മുറിച്ചു. നിങ്ങളുടെ പ്രോഗ്രാം നന്നായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ നന്നായിട്ടുണ്ട്. കാണുന്നുണ്ടോ? നല്ലല്ലേ? കണ്ടോണ്ടിരിക്കാണ്. ഫാമിലിയായിട്ട് എല്ലാരും കണ്ടോണ്ടിരിക്കാണ്. സൂപ്പർ. അപ്പൊ ഹമീദൊക്കെ ഉണ്ട് നമ്മോടൊപ്പം. ഹമീദൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. മേരി ക്രിസ്മസ്. അപ്പൊ ശുഭ, വേണ്ടിട്ട് ഒന്ന് എന്റെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഹമീദക്ക വിരോധമില്ലെങ്കിൽ ഒന്ന് നടൻ സിദ്ദിഖിന്റെ സൗണ്ടിൽ ഒന്ന് ഒരു ക്രിസ്മസ് ആശംസകൾ പറയണം. സിദ്ദിഖിന്റെ ശബ്ദം. അതെ, ശുഭ. നന്നായിട്ടുണ്ട്. അടിപൊളി. ഞാൻ സംസാരിക്കാം. ഓക്കെ. ശുഭ, നമസ്കാരം. ഞാൻ സിദ്ദിഖ്. നമസ്കാരം. ഞാൻ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശുഭയുടെ കോള് കിട്ടുന്നത്. സുഖായിരിക്കുന്നു? സുഖായിരിക്കുന്നു. ശുഭയ്ക്കും ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കെല്ലാം എന്റെ ക്രിസ്മസ് ആശംസകൾ ഞാൻ പറയാം. താങ്ക് യു. അതുപോലെ തന്നെ മാമുക്കയുടെ ഒന്നും കൂടെ പറയൂ. അത് കേൾക്കാൻ നന്നായിട്ടുണ്ട്. എന്താ പറയുന്നത്? ഇത്ര നേരം പറഞ്ഞിരുന്നില്ലേ ഈ കാര്യങ്ങൾ? പിന്നെ വേറെ എന്ത് പറയാനാണ്? അപ്പൊ വേറൊന്നുമില്ല. അപ്പൊ അബുദാബിയിലുള്ള എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് എന്താ പേര് പറഞ്ഞു? ശുഭയ്ക്കും കുടുംബത്തിനും എന്റെ ക്രിസ്മസ് ആശംസകൾ. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. അപ്പൊ ശുഭ, ഒരുപാട് സന്തോഷം. വിളിച്ചത് വികാസ് ആൻഡ് അൻസു, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു. രണ്ടുപേർക്കും ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. മെറി ക്രിസ്മസ്. അടിപൊളി കോളറായിട്ടില്ലേ? പിന്നെ അപ്പോ കലക്കൻ ക്രിസ്മസ് ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് വരുന്ന വിശപ്പിന്റെ കാര്യം ആലോചിച്ചേക്കാണ്. ഇനിയിപ്പോ 31 തീയതി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിസംബർ ന്യൂ ഇയറോടനുബന്ധിച്ച് നമ്മുടെ അജ്മാൻ പൂരം നടക്കാൻ പോവുകയാണ്. പിന്നെ അപ്പൊ അതിൽ ഒരുപാട് ഫുഡ് ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട് അല്ലേ? പിന്നെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്, അടിപൊളി സ്റ്റോൾസ് ഉണ്ട്. പിന്നെ പാട്രിക് മൈക്കിൾ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്, കായലരികത്ത് ബാൻഡിന്റെ ഒരു പൊള്ളി ബാൻഡാണ്. ഒരു കിടിലൻ പരിപാടിയായിരിക്കും. മിസ്സാക്കണ്ട. ഡിസംബർ ന്യൂ ഇയറിനോട്. അപ്പൊ നമുക്ക് ഏകദേശം ക്രിസ്മസ് വൈബുകളൊക്കെ ആയി ഹാപ്പി ആയി എന്നുള്ള മൂടായി. എന്റെ കുടുംബത്തിൽ വരുന്ന പോലെ തന്നെ UBL ചാനൽ വരുമ്പോ അല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാവരും നമ്മുടെ ചങ്കുകളാണ്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇത് രണ്ടുപേരും പാട്ട് നമുക്ക് കരോൾ സോങ് പാടി സെറ്റ് ആക്കാം. അപ്പൊ ഇതൊരു കേട്ടിട്ട് തന്നു. വിരിച്ചാടണ പാക്കഴുങ്ങേ പാക്കവും നീ തരപ്പൂത്താ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. വിരിച്ചാടണ പാക്കവുങ്ങേ പാക്കവും നീ തലപ്പൂത്താ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. ഒന്നാം നാം നല്ലൊരിളം കവുങ്ങേ അങ്ങനെ തല വിരിച്ചാടണ പാക്കാവും നീ തലപ്പൂത്താ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. ഒന്നാം നാം നല്ലൊരിളം കവുങ്ങേ അങ്ങനെ തല വിരിച്ചാടണ പാക്കാവും നീ തലപ്പൂത്താ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല.
ക്രിസ്മസ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ്. തെക്കേലെ പാത്തുന്റെ മോളാണ്, അങ്ങനെ കാണാൻ അഴകുള്ള ഖദീജ പെണ്ണേ. തെക്കേലെ പാത്തുന്റെ മോളാണ്, കാണാൻ അഴകുള്ള ഖദീജ പെണ്ണേ. ഒന്നാം നാം നല്ലൊരിളം കാവുങ്ങേ, അങ്ങനെ തല വിരിച്ചാടണ പാക്കാവുങ്ങേ. പാക്കാവുങ്ങിൻ തല പൂത്താ പിന്നെ പൂവൊന്നും നമ്മള് കാണൂല. കൊടുത്തതില്ലേ തെക്കേലെ പതുന്റെ മോളാണേ. ഹലോ 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 വെൽക്കം ടു കലക്കൻ ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ആരാണ്? ഹലോ ഹലോ നമസ്കാരം. ഹലോ മെറി ക്രിസ്മസ്. ആരാണ്? മെറി ക്രിസ്മസ്. ആരാണ്? മെറി ക്രിസ്മസ്. പേര് റോഹൻ. റോഹൻ ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കുമെന്ന്. ടിവിയില് ശ്രദ്ധിക്കല്ലേ, ഫോണില് ശ്രദ്ധിക്കും. പേര് റോഹൻ. റോഹൻ. റോഹൻ മെറി ക്രിസ്മസ്. എവിടുന്നാണ് വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നേ? നമ്മള് കണ്ടോണ്ടിരിക്കുകയാണ് പ്രോഗ്രാം. എങ്ങനെയുണ്ട് പ്രോഗ്രാം ഒക്കെ? പ്രോഗ്രാം നന്നാകുന്നുണ്ട്. നമ്മള് ഹമീദിക്കയുടെ പരിപാടി വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ, പക്ഷെ നമ്മൾ വാച്ച് ചെയ്യായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു റോഹൻ. മേരി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. എന്താണ് ക്രിസ്മസ്, എന്താണ് പരിപാടിയൊക്കെ? ഹലോ ഹലോ കട്ടായോ? ഹലോ മെറി ക്രിസ്മസ്. ടിവിയിൽ ശ്രദ്ധിക്കണ്ട നമ്മള്. അതെ അതെ, ഓക്കെ. ടിവിയില് ശ്രദ്ധിച്ചുകൊണ്ടാണ് കോള് കട്ടായത്. എങ്ങനെ പോകുന്നു നമ്മുടെ UBN ടോക്ക് ഓഫ് ദ ടൗണും നമ്മുടെ കലക്കൻ ക്രിസ്മസ് ഒക്കെ ആയിട്ട്? ഗംഭീരായിട്ട് പോകുന്നത്, അടിപൊളി. അടിപൊളിയായിട്ട് പോകുന്നു. ഇന്ന് അതെ, സൂപ്പർ വൈബായി. ലാസ്റ്റ് സോങ് പൊളിച്ചു കേട്ടോ. അത് കാരണം ഒരു വൈബിന് ഇട്ടുന്നുള്ളൂ. അതെ, അടിപൊളി പരിപാടിയായി. അത് കേൾക്കുന്നവര് അല്ല കാണുന്നവര് അവർക്ക് എത്രത്തോളം നമുക്കറിയില്ല. അല്ല അടിപൊളിയായിരുന്നു. അത് ഞാൻ കേട്ടിട്ടില്ലാത്തവരല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ച കോളേജിന് ഒരു ലക്കി ഡ്രോ ഉണ്ട്. നമുക്കൊരു ചെറിയ ബ്രേക്ക് പോയിട്ട് വരാം. ഓക്കെ. വെൽക്കം ബാക്ക് ടു കലക്കൻ ക്രിസ്മസ്. അപ്പൊ ഹമീദ് ഖാ കലക്കൻ ക്രിസ്മസ് കലക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, അപ്പൊ നമ്മുടെ കോളേഴ്സിന് വേണ്ടിട്ട് ഒരു ലക്കി ഡ്രോ ഉണ്ട്. നമുക്കൊരു 3 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് എടുത്തിട്ട് നോക്കാം അല്ലേ? ഞാൻ കണ്ണടച്ചെടുക്കട്ടെ. എടുത്തോളൂ. ആർക്കായിരിക്കും? നോക്കാം. ഭാഗ്യവാൻ. അതെ, സജിന 055 നമ്പർ പറയുന്നത് സജിനയാണ്. സജിനക്കാണ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോ കൺഗ്രാജുലേഷൻ, മബ്രൂക്ക്. അതെ, മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. എന്താണ് ക്രിസ്മസ് സമ്മാനം? ഒന്നും പറയുന്നില്ല അല്ലേ? ഇല്ലല്ല, സർപ്രൈസ് ആണ്. സർപ്രൈസ് ആണ്. ആയിക്കോട്ടെ. അടുത്തത് ഞാൻ അടുത്ത് തരാം. ഓക്കെ. സുനിത. ഓക്കെ, കൺഗ്രാജുലേഷൻ സുനിത. അപ്പൊ അടുത്തത് ഇനി ലാസ്റ്റ് അൻസുരത്തേക്ക്. പ്രസീദ്. ഓക്കെ, എന്താ? പ്രസീദ്. ടിവി കിട്ടിയ ലക്കി വിന്നറാണ് പ്രസീദ്. അടിപൊളി. എല്ലാ കോളേഴ്സിനും മെറി ക്രിസ്മസ്.
ഇതിലിപ്പോ 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. സചന, സുനിത, പിന്നെ പ്രസീദ്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്, മെറി ക്രിസ്മസ്. അപ്പോ നമുക്കൊരു ചെറിയ സമയം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് പൊളിച്ചു, എപ്പിസോഡ് തകർത്തു. അപ്പൊ നമുക്ക് പുതിയ പ്രൊജക്ട് നിങ്ങളെന്തോ പുതിയ വികാസം ഇക്കയും കൂടെ ഏതോ ഒരു പ്രൊജക്ട് ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടുള്ളൂ. പുതിയ പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞപ്പോ പുതിയൊരു നല്ലൊരു ആൽബം സോങ് വരുന്നുണ്ട്. അത് പാടിയിട്ടുള്ളത് എം ജി ശ്രീകുമാറാണ്. എം ജി ശ്രീകുമാർ പാടിക്കഴിഞ്ഞു. ആ പാട്ടിന്റെ റെക്കോർഡിംഗ് ഒക്കെ ഫൈനൽ മിക്സിംഗ് അതൊരു കിടല വർക്കായിരിക്കും. നമ്മുടെ കഴിഞ്ഞ വർക്ക് പോലെ തന്നെ. കഴിഞ്ഞ കുറുമ്പനില് നമ്മൾ 3 പേരും പാട്ടായിരുന്നു. ഇപ്രാവശ്യം പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വരുമ്പോ നമ്മുടെ ഈ സംഭവത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ അൻസാണ് ചെയ്യുന്നത്. അതെ, അപ്പോ ഇത് ഒരു പൊളി ആൽബമായി മാറും, ഉറപ്പുണ്ട്, പൊളിക്കാം. അപ്പോ നമുക്കൊരു അപ്പോ കലക്കൻ ക്രിസ്മസ് പ്രേക്ഷകർക്ക് വേണ്ടി, അപ്പൊ കലക്കൻ ക്രിസ്മസിന്റെ പ്രേക്ഷകർ രണ്ടുപേരും പാട്ട് പാടാം എന്തായാലും. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ചങ്കുകൾക്കും ബിഗ് സല്യൂട്ട്. അതേപോലെ തന്നെ മേരി ക്രിസ്മസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി. കലക്കൻ ക്രിസ്മസിന്റെ മെറി ക്രിസ്മസ്. നമ്മൾ ഒരു പാട്ടോടുകൂടി സൈൻ ഓഫ് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ സൈനിങ് ഓഫ് വികാസ്, കാർത്തിക് ആൻഡ് സുജിഷോ, മൈസെൽഫ് കുന്നത്തങ്ങാടി ഷാപ്പിലു കേറി പള്ള നിറയെ കള്ളു കുടിച്ച്, കുന്നത്തങ്ങാടി ഷാപ്പിലു കേറി പള്ള നിറയെ കള്ളു കുടിച്ച്, ആടിയാടിയപ്പവരും നിന്താങ്ങളമാര് പൊന്നേ, ആടിയാടിയപ്പവരും നിന്താങ്ങളമാര് പൊന്നേ, ആടിയാടിയപ്പവരും നിന്താങ്ങളമാര് പൊന്നേ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച്, കൈതോല പായ നിറച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച്, കാതുകുത്താൻ എപ്പവരും നിന്റെ മാവന്മാര് പൊന്നേ, കാതുകുത്താൻ എപ്പവരും നിന്റെ മാവന്മാര് പൊന്നേ. ആ ഏ ഓ